അവസാനിച്ചെങ്കിലും സർവീസുകൾ പൂർവ്വസ്ഥിതിയിലാകാതെ എയർ ഇന്ത്യ കൊച്ചിയിൽ നിന്ന് പുലർച്ചെ 2:05 ഷാർജയിലേക്കും രാവിലെ 8 ബഹ്റിനിലേക്കുമുള്ള വിമാനങ്ങൾ റദ്ദാക്കി. കണ്ണൂരിൽ നിന്നുള്ള 2 വിമാനങ്ങളും റദ്ദാക്കി. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, സമരം അവസാനിപ്പിച്ചെങ്കിലും യാത്രക്കാർ വലയുകയാണ് എന്ന് തന്നെ പറയാം. 4 വിമാനങ്ങളാണ് 2 ഇടങ്ങളിലായിട്ട് റദ്ദായിട്ടുള്ളത്, കേരളത്തിൽ മാത്രം. എന്താണ് സാഹചര്യം? എന്താണ് ഇപ്പോഴും നേരിടുന്ന പ്രതിസന്ധി? ഇന്ന് യാത്രക്കാർക്ക് മുൻകൂട്ടിയുള്ള അറിയിപ്പും സൗകര്യങ്ങളുമൊക്കെ എയർ ഇന്ത്യ ലഭ്യമാക്കിയിരുന്നു. രേണുക, മുൻകൂട്ടിയുള്ള അറിയിപ്പുകൾ എയർ ഇന്ത്യ ലഭ്യമാക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് യാത്രക്കാരുടെ ദുരിതം അകലുന്നില്ല. കാരണം അവർക്ക് വിമാനത്താവളത്തിൽ വന്ന് ചെന്ന് ഇത് അറിയേണ്ട ഒരു അവസ്ഥയിൽ വരുന്നില്ല എന്ന് മാത്രമല്ല, പക്ഷെ അതേസമയം അവർക്ക് എത്തപ്പെടേണ്ട ദൂരങ്ങളിലേക്ക് അവർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. പല ആവശ്യങ്ങളുമായിട്ട് ഇവിടേക്കെല്ലാം കേരളത്തിലേക്കും അല്ലെങ്കിൽ കേരളത്തിന് തിരിച്ചും പുറപ്പെടേണ്ട യാത്രക്കാർ നിരവധിയാണ്. അവരുടെ പ്രശ്നങ്ങൾ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം ആരംഭിച്ചതു മുതൽ ഇതുവരെയും മാറ്റമില്ലാതെ തന്നെ പലയിടങ്ങളിലായിട്ട് തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള സെക്ടറിൽ നിരവധിയായ വിമാനങ്ങൾ റദ്ദു ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. സമരം അവസാനിച്ച് 2 ദിവസം പിന്നിടുമ്പോഴും പല സെക്ടറിലും പൂർണ്ണമായിട്ട് തന്നെയും സർവീസുകൾ പുനരാരംഭിക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇന്നലെയും ഇന്നും വിമാനങ്ങൾ റദ്ദു ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. കണ്ണൂരിൽ നിന്ന് ഇന്ന് 2 വിമാനങ്ങൾ റദ്ദു ചെയ്തിട്ടുണ്ട്. അത് ദമാം, അബുദാബി എന്നിവിടങ്ങളിലേക്കും അതോടൊപ്പം തന്നെ കൊച്ചിയിൽ നിന്നുള്ള ഷാർജ, ബഹ്റിൻ വിമാനവും റദ്ദു ചെയ്തിരിക്കുന്നു. ഇന്ന് കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ടാകേണ്ടിയിരുന്ന വൈകിട്ട് ഉണ്ടാകേണ്ടിയിരുന്ന അബുദാബി വിമാനവും റദ്ദാക്കിയതായിട്ട് അറിയിപ്പിലേക്ക് പറയുന്നുണ്ട്. പക്ഷേ അതേസമയം ചില സർവീസുകൾ നടത്തുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായ തോതിലേക്ക് ജീവനക്കാരെത്താത്തതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് പൂർണ്ണസജ്ജമായ രീതിയിലേക്ക് സർവീസുകൾ മാറാത്തത്. പലരും തന്നെ അവധി അപേക്ഷ നൽകി ആണ് ഈ സമരത്തിലേക്ക് പങ്കെടുത്തിരുന്നത്. ചിലരെങ്കിലും തിരിച്ചെത്തിയെങ്കിലും തിരിച്ചെത്താത്തവർ ഈ അവധി അപേക്ഷയിൽ തന്നെ തുടരുന്നവരുണ്ട്. അവർ കൂടി ഈ ദിവസങ്ങളിൽ നാളെയോടുകൂടി സർവീസിലേക്ക് പൂർണ്ണമായും തിരിച്ചെത്തും, ആ ജോലിയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ വലിയ രീതിയിലേക്ക് സർവീസുകൾ ആരംഭിച്ചുകൊണ്ട് മുഴുവൻ യാത്രക്കാരെയും ഉൾപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ചെയ്യുന്നത് ടിക്കറ്റുകൾ റീഷെഡ്യൂൾ ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്കാണ് പോകുന്നത്. പക്ഷെ അപ്പോഴും അത് പൂർണ്ണമായും വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് സമരം കഴിയുമ്പോഴും ഈ രീതിയിൽ തന്നെ വിമാനങ്ങൾ റദ്ദു ചെയ്യുന്നൊരവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ മുഴുവൻ യാത്രക്കാരെയും പുനഃക്രമീകരിക്കുന്നതനുസരിച്ച് ഉൾപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. വലിയ രീതിയിൽ വിമാന സർവീസുകളടക്കം ഇത് ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പൂർണ്ണതോതിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ പൂർണ്ണതോതിലേക്ക് ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് അവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സമരം അവസാനിച്ചെങ്കിലും ജീവനക്കാരുടെ ഈ ഒരു അവധി അപേക്ഷയിൽ തുടരുന്ന ചിലർ തന്നെയുണ്ട്. അവർ കൂടി തിരിച്ചെത്തണം. വരും ദിവസങ്ങളിൽ ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുകൊണ്ട് പൂർണ്ണതോതിലേക്ക് മാറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഡാനി, ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിൽ യാത്രക്കാർ ബുദ്ധിമുട്ടുന്നത്. ഈ വിസ കാലാവധിയൊക്കെ അവസാനിക്കുന്നവർക്ക് എത്തിപ്പെടേണ്ട സാഹചര്യം, അതിന്റെ അടിയന്തരാവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ പകരം സംവിധാനം പോലും ഏർപ്പെടുത്താൻ കഴിയാതെ അവരൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? അത്തരം അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നവർക്കെങ്കിലും പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താനൊക്കെയുള്ള നടപടികൾ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുണ്ടോ? രേണുക, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ടിക്കറ്റുകൾ മറ്റ് ദിവസങ്ങളിലേക്ക് പുനഃക്രമീകരിക്കുമ്പോൾ ഇപ്പോൾ ആദ്യ ദിവസങ്ങളിലുണ്ടായിരുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ഈ 9-നും 10-നും ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ തീയതികളിൽ അവർക്ക് നൽകാമെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്കറിയാം സമരം എങ്ങും എത്തിയിരുന്നില്ല, ഷെഡ്യൂൾ ആയിട്ടില്ല. 10-ാം തീയതിക്ക് ശേഷം നമ്മൾ ഈ ദിവസങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോഴും പൂർണ്ണ തോതിലേക്ക് ഇത് സജ്ജീകരണങ്ങൾ ഒരുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പുനഃക്രമീകരണം നടത്തുമ്പോഴും അത് മുഴുവൻ യാത്രക്കാരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലുണ്ട്. കാരണം അവരുടെ നിലവിൽ ബുക്ക് ചെയ്ത യാത്രക്കാർ നേരിടുന്ന ആശങ്കകൾ വലുതാണ്. ചില വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എല്ലാ വിമാനങ്ങളും റദ്ദ് ചെയ്തു എന്നുള്ളതല്ല, ചില വിമാനങ്ങൾ സർവീസ് നടത്താൻ കഴിയുന്നുണ്ട്. പക്ഷെ മറ്റു ചിലത് റദ്ദാക്കേണ്ട സാഹചര്യവും നിലവിലുണ്ട്. കണ്ണൂരിലും അത്തരം ഒരവസ്ഥ തന്നെ ഉണ്ട്. അപ്പോൾ ഈ പലർക്കും ഇപ്പോൾ വളരെ പെട്ടെന്ന് അവിടേക്ക് എത്തേണ്ടവർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല. അവർക്ക് മറ്റ് വിമാന സർവീസുകളെ ആശ്രയിച്ചു പറ്റും. പക്ഷേ അവർ അമിതമായ നിരക്ക് ഈടാക്കുന്നു. നമ്മൾ
നേരത്തെയും ചർച്ച ചെയ്തതുപോലെ ഈ ഒരു വ്യോമഗതാഗത മേഖലയിലെ യാത്രാ നിരക്ക് എന്ന് പറയുന്നത് ഒരു ഏകീകരണമില്ലാത്ത വ്യവസ്ഥയാണ്. അതൊരു കുത്തക എന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടുന്നു. ആർക്കും തോന്നിയ പോലെ ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് കമ്പനികൾക്ക് നിശ്ചയിക്കാവുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യം മുതലാക്കുന്നു വലിയ രീതിയിലേക്ക് വൻതുക കൊടുത്ത് പോകേണ്ടി വരുന്നു. സ്വാഭാവികമായും ബജറ്റ് എയർലൈൻസ് എന്ന രീതിയിൽ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിനെ അടക്കം ആശ്രയിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഈ ദിവസങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് ഈ സമരം അവസാനിച്ച പൂർണ്ണതോതിൽ വിമാന സർവീസുകൾ എത്തിയാൽ മാത്രമേ സാധാരണക്കാരായ യാത്രക്കാർക്ക് ഒരു ആശ്വാസമാവുകയുള്ളൂ. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നത് ഒരു പ്രതീക്ഷയായി അവശേഷിക്കുന്നു. ശരി, എന്തായാലും കുറച്ചുകൂടി ദിവസങ്ങൾ എടുത്തതിന് ശേഷം മാത്രമേ സർവീസുകൾ പൂർണ്ണസ്ഥിതിയിലാകുകയുള്ളൂ എന്ന സാഹചര്യമാണ് ഉള്ളത്. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.